നമസ്കാരം. വളരെ അതിശയകരവും പ്രചോദനാത്മകവുമായ ഒരു യഥാർത്ഥ ജീവിതകഥയുടെ വിശകലനത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഉദാഹരണമാണ്. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ ഗ്രാമത്തിൽ ആളുകളുടെ വീടുകളിൽ പത്രമിട്ടുകൊടുത്ത് ജീവിച്ചിരുന്ന ഒരു സാധാരണ പയ്യൻ. അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ മാറ്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അവന്റെ ഒരു സാധാരണ ദിവസം തുടങ്ങുന്നത് പുലർച്ചെ കൃത്യം 4 മണിക്കാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര വലിയ മഴയായാലും ഇനി കൊടും തണുപ്പായാലും പുള്ളിക്കാരൻ ഡ്യൂട്ടിക്ക് ഹാജരാണ്. ഒരു മെഷീൻ പ്രവർത്തിക്കുന്ന പോലെ എല്ലാ ദിവസവും അവൻ പത്രവുമായി വീടുകൾ കയറിയിറങ്ങി. ശരിക്കും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ദിനചര്യയായിരുന്നു അത്. പക്ഷേ അന്നന്നത്തെ അന്നം കണ്ടെത്താൻ അവനത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്നാൽ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നറിയാമോ? ഇത്രയും കഷ്ടപ്പാടുകൾക്കിടയിലും അവനൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ കോടികൾ സമ്പാദിക്കുമെന്ന് അവൻ എപ്പോഴും വിശ്വസിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതിരാവിലെ എഴുന്നേറ്റ് പത്രം ഇട്ടുകൊടുക്കുന്ന കാര്യമായ വരുമാനമൊന്നുമില്ലാത്തൊരു പയ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണിത്. അവന്റെ അന്നത്തെ അവസ്ഥയും അവൻ എത്തിപ്പിടിക്കാൻ ആഗ്രഹിച്ച ലക്ഷ്യവും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ ആഗ്രഹം കേൾക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതെ, അവരവനെ നോക്കി കളിയാക്കി ചിരിച്ചു. ഒരു പത്രമിടുന്ന പയ്യൻ കോടീശ്വരനാകാനോ വല്ല നടക്കണ കാര്യം പറയടോ എന്നവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു. ഇതൊരു വലിയ ചോദ്യമാണല്ലേ? സമൂഹത്തിന്റെ ഈ പരിഹാസം ഒരു വശത്ത് നിൽക്കുമ്പോൾ അവൻ അവർക്ക് വാക്കുകൾ കൊണ്ട് മറുപടി പറയാൻ നിന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ ഇരിക്കെയാണ് ആ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. ദ യൂട്യൂബ് ടേണിംഗ് പോയിന്റ്. തീർത്തും അപ്രതീക്ഷിതമായ ഒരു കണ്ടെത്തൽ അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരു ദിവസം പത്രം കൊടുക്കാൻ പോയ ഒരു വീട്ടിൽ വെച്ചും അവനൊരു പഴയ കമ്പ്യൂട്ടർ കാണാനിടയായി. അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ്. ആ കമ്പ്യൂട്ടർ അവനില് വലിയൊരു കൗതുകമുണ്ടാക്കി. പകൽ മുഴുവൻ പത്രം വിതരണം ചെയ്ത ശേഷം രാത്രികളിൽ അവൻ ആ കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പഴയ കമ്പ്യൂട്ടറിലൂടെ അവൻ കോഡിംഗ് എന്ന വലിയൊരു ലോകത്തേക്ക് ആദ്യമായി കാലെടുത്തു വച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അവൻ എങ്ങനെ കോഡിംഗ് പഠിച്ചു? വലിയ ഫീസ് കൊടുത്ത് ഏതെങ്കിലും ടെക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനൊന്നും അവന് ഒട്ടും കഴിവില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ സ്വന്തം യൂട്യൂബ് വീഡിയോകൾ അവന്റെ രക്ഷയ്ക്കെത്തിയത്. അതെ, ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം അവന്റെ വലിയ മെന്ററായി മാറി. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നമുക്കെന്തും പഠിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. യൂട്യൂബിലെ വീഡിയോകൾ കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഓരോ വരി കോഡും അവൻ സ്വയം മനസ്സിലാക്കിയെടുത്തു. അക്ഷരാർത്ഥത്തിൽ യൂട്യൂബ് അവന്റെ ജീവിതം മാറ്റിമറിച്ചു. പോരാട്ടവും സ്ഥിരോത്സാഹവും. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. സ്വന്തമായി പഠിച്ചെടുത്ത ആ നാളുകൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. സ്വയം പഠിക്കുന്ന ഏതൊരാളെയും പോലെ അവനും ഒരുപാട് തവണ പരാജയപ്പെട്ടു. അവൻ എഴുതിയ കോഡുകൾ വർക്ക് ചെയ്യാത്ത എത്രയോ ദിവസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. സ്വന്തമായിട്ട് ഒരു ലാപ്ടോപ്പ് പോലും ഇല്ലാതിരുന്ന ദിവസങ്ങൾ അവൻ സഹിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷെ അവൻ ഒരിക്കലും തന്റെ സ്വപ്നത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും തളർന്നു പോകാതെ അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു സ്ഥിരോത്സാഹം അവനെ മുന്നോട്ട് തന്നെ നയിച്ചു. അങ്ങനെ ഉറക്കമില്ലാത്ത ആ രാത്രികൾ ഒടുവിൽ വലിയൊരു വിജയത്തിലേക്ക് വഴിമാറുകയാണ്. ദ വൈറൽ സക്സസ് സ്റ്റോറി. ആരും കാണാതെ അവൻ നടത്തിയ 3 വർഷത്തെ കഠിനാധ്വാനം. അതിനുശേഷം അവൻ സ്വന്തമായി ഒരു ചെറിയ മൊബൈൽ ആപ്പ് നിർമ്മിച്ചു. അതിശയമെന്ന് പറയട്ടെ, അത് ഓൺലൈനിൽ വലിയ രീതിയിൽ വൈറലായി മാറി. ലക്ഷക്കണക്കിന് ആളുകളാണ് പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒടുവിൽ ആ ആപ്പ് വാങ്ങാനായി ഒരു വലിയ കമ്പനി അവന് മുന്നിൽ വമ്പൻ ഓഫറുമായി വന്നു. വെറുമൊരു പത്രവിതരണക്കാരനിൽ നിന്ന് നമ്മളീ കാണുന്ന ടെക് സംരംഭകനിലേക്കുള്ള അവന്റെ വളർച്ച അവിടെ പൂർണ്ണമാകുകയായിരുന്നു. ഈ മാറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഞാൻ പറയാം. പണ്ട് മഴയിലും കൊടും മഞ്ഞിലും നടന്ന് അവൻ പത്രം വിതരണം ചെയ്തിരുന്ന അതേ തെരുവ്. ഇന്നവൻ ആ തെരുവിലൂടെ സ്വന്തമായി ഓടിക്കുന്ന ആഡംബര കാറിലാണ് സഞ്ചരിക്കുന്നത്. ഇത് വെറുമൊരു മാറ്റമല്ല സുഹൃത്തുക്കളെ. അവനെ നോക്കി കളിയാക്കി ചിരിച്ചവർക്കുള്ള ഏറ്റവും മികച്ച മറുപടിയാണിത്. ആ തെരുവ് അവന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ സാക്ഷിയായി മാറി. ദ അൾട്ടിമേറ്റ് ലെസൺ. കേവലമൊരു വിജയകഥ എന്നതിനുപരി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ശക്തമായ ഒരു സന്ദേശം കൂടി ഈ കഥ നൽകുന്നുണ്ട്. ഒരു ഇന്റർവ്യൂവില് എന്താണ് ഈ വലിയ വിജയത്തിന്റെ രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടിയാണിത്. എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ എന്റെ ഫ്യൂച്ചർ ഉണ്ടാക്കുകയായിരുന്നു. എന്ത് അർത്ഥവത്തായ വാക്കുകളാണല്ലേ? ലോകം മുഴുവൻ വിശ്രമിക്കുമ്പോൾ അവൻ തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയായിരുന്നു.
മറ്റുള്ളവർ കാണാത്ത സമയത്തെ നിങ്ങളുടെ പ്രയത്നമാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നതെന്ന് ഈ വാക്കുകൾ നമ്മളെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: സ്ലോ പ്രോഗ്രസ് എന്നത് ഒരിക്കലും ഒരു പരാജയമല്ല. നിങ്ങൾ ഇന്ന് നേരിടുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ നാളത്തെ വിജയകഥയുടെ അടിത്തറയാണ്. ആ ന്യൂസ് പേപ്പർ ബോയ്ക്ക് യൂട്യൂബ് നോക്കി പഠിച്ച് അത് സാധിച്ചെങ്കിൽ, ഉറപ്പുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് തീർച്ചയായും സാധിക്കും. അപ്പൊ പറയൂ, നിങ്ങളുടെ ഭാവി കോഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി ഇന്നേ പ്രവർത്തിച്ചു തുടങ്ങുക. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.